നവദമ്പതികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. സ്ഥിരം അപകട മേഖലയായ റോഡിലാണ് 4 പേരുടെ ജീവൻ പൊലിഞ്ഞത്. കേരളത്തിൽ സംഭവിച്ച അതിദാരുണമായ അപകടത്തെക്കുറിച്ച് നമ്മളെല്ലാവരും അറിഞ്ഞു. അവയ്ക്ക് കാരണം ഉറങ്ങിപ്പോയതെന്നാണ് ആദ്യ നിഗമനം. ബിജു ഉറങ്ങിയതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. ഇന്നലെ പുറത്തു വന്ന ഒരു വാർത്തയാണ് എനിക്കിങ്ങനെ ഏറെ സങ്കടം നൽകിയത്. ബിജു പള്ളിയിലെ കരോൾ സംഘത്തിനൊപ്പമായിരുന്നു. രാത്രി 10 മണി വരെ അവരോട് പോയിട്ട് വരാം എന്ന് പറഞ്ഞു പോയി എന്നാണ് ഞാൻ ഒരു വാർത്ത വായിച്ചത്. ഒരു മനുഷ്യനും സാധ്യമുള്ള കാര്യമല്ല അവൻ പതിവായി ഉറങ്ങുന്ന സമയം പൂർണ്ണമായും ഉറങ്ങാതിരിക്കുക എന്നത്. വിശ്രമമറ്റ ശരീരവുമായി ദീർഘദൂരമുള്ള യാത്ര നിശ്ചയം അപകടമാണ്. കാരണം മനുഷ്യ ശരീരത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു നിയമമാണ് വിശ്രമം എന്ന് പറയുന്നത്. ദൈവം 6 ദിവസം വേല ചെയ്ത് 7-ാം ദിവസം സ്വസ്ഥമായിരുന്നത് മനുഷ്യ ശരീരത്തിന് വിശ്രമവും സ്വസ്ഥതയും അത്യാവശ്യമാണെന്നുള്ളത് തെളിയിക്കുന്നു. ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യൻ ചുറ്റുപാടുകൾ മറന്ന് വേദന, സങ്കടം, ആകുലത എല്ലാം മറന്ന് ടെൻഷൻ ഇല്ലാതെ ഉറങ്ങുന്നു. ഉത്തരവാദിത്തമുള്ള പിതാവ് എന്ന നിലയിൽ 8 മണിക്കെങ്കിലും കിടന്ന് 2 മണിക്കൂർ ഉറങ്ങിയിട്ട് പോവേണ്ടതായിരുന്നു. അതെ, നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ട സ്വസ്ഥത, വിശ്രമം നമ്മുടെ ശരീരത്തിന് പകൽ അല്ലെങ്കിൽ രാത്രിയിൽ കൊടുത്തു തന്നെയാകണം. ദൈവം അനുവദിച്ച സ്വസ്ഥതയെ ലംഘിച്ചാൽ അതും പാപമാണ്. പതിവായി നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് സാധിക്കും, അല്ലാത്തവർക്ക് സാധിക്കില്ല. ഒരു പരിധി വരെ അത് ശരിയാണ്. പക്ഷേ എൻ്റെ കൂടെ നൈറ്റ് ചെയ്യുന്ന പലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇടീ 3 മണി കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ നേഴ്സുമാർ നേരം വിളിപ്പിക്കാൻ പെടുന്ന പാട്. പ്രത്യേകിച്ച് രാത്രി ഒരു 3 മണി മുതൽ ഒരു 7 മണി വരെ മനുഷ്യന് ഏറ്റവും കൂടുതൽ ഉറക്കം വരുന്ന സമയമാണ്. ആ സമയത്താണ് നമ്മൾ ഏറ്റവും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സമയം. അതിരാവിലെ ഒരു 7 മണി വരെ ഉള്ള സമയം വളരെ ശ്രദ്ധിക്കണം. എന്നാൽ ഉറക്കം മാത്രമല്ല അപകടത്തിന് കാരണങ്ങൾ. ഞങ്ങൾ കണ്ടു മനസ്സിലാക്കിയ ചില അനുഭവങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. റോഡ് നന്നാകുന്നില്ല എന്നാണ് പൊതുജനങ്ങളുടെ ആരോപണം ഉണ്ടായിരുന്നത്. ഇപ്പോൾ റോഡുകൾ നന്നായപ്പോൾ നമ്മളതിനെ കുറ്റം പറയേണ്ടതില്ല, നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണ്. അവനവൻ പാലിക്കേണ്ട ചില അച്ചടക്കങ്ങളുണ്ട്. അതെ, നമ്മൾ ഓടിക്കുന്ന വാഹനത്തെക്കുറിച്ച് ഒരു അല്പം സ്വല്പം അറിവൊക്കെ നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബ്രേക്ക്, ബാറ്ററി, ടയർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൊന്ന് ശ്രദ്ധിക്കണം. ഒരിക്കൽ മുൽക്കിയ പുതുക്കാനായി എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ ഓണർഷിപ്പ് കാർഡ് പുതുക്കാനായി ഞാൻ സർവീസ് സെൻറ്ററിൽ ചെന്നപ്പം എൻ്റെ വണ്ടി അവർ പാസ്സാക്കി തന്നില്ല. എന്നോട് പറഞ്ഞു 5 വർഷമായി ടയർ മാറിയിട്ട് വരാൻ പറഞ്ഞു. പുറമേ നോക്കിയാൽ ഒരു കുഴപ്പമില്ലാത്ത ടയർ, പക്ഷെങ്കിൽ കർശനമായ നിയമങ്ങൾ നമ്മുടെ നന്മയ്ക്ക് നല്ലതാണ്. അങ്ങ് യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ സീസൺ അനുസരിച്ച് ടയർ മാറണമെന്നുള്ളത് അവിടുത്തെ നിയമമാണ്, നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ സമ്മർ സീസണിൽ ഒരു ടയർ, പിന്നെ വിൻ്റർ സീസണിൽ മറ്റൊരു ടയർ, ഇങ്ങനെ സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കണം. ഇനിയും എൻ്റെ ചില പേഴ്സണൽ അനുഭവത്തെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ ജോലിയിൽ വന്നിട്ട് അവൻ്റെ അനുഭവം ഇങ്ങനെ പറഞ്ഞു. അവൻ വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോൾ അവൻ്റെ പിന്നാലെ മറ്റൊരു വണ്ടിക്കാരൻ ഫ്ലാഷ് അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് നിമിത്തം അവൻ ആകെപ്പാടെ ഇറിറ്റേറ്റഡായി. വണ്ടി മാറിക്കൊടുത്തു, എങ്കിലും ഇവൻ്റെ ഉള്ളിൽ ആകെപ്പാടെ വാശിയായി. ഈ വണ്ടിക്കാരൻ്റെ പിന്നാലെ ഇവൻ വെച്ചടിച്ചു പോയി. ഇവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്കൊരൊറ്റ കാര്യമേ ഉള്ളൂ, ഇവൻ്റെ വണ്ടിയൊന്ന് ഉരച്ചിട്ട് പോവുക, ആക്സിഡൻറ്റ് ഉണ്ടാക്കിയോ അവനെ ഫ്ലാഷ് അടിക്കുകയോ അതൊന്നുമല്ല, ഇവന് ജസ്റ്റ് ആ വണ്ടിയൊന്ന് ഉരച്ചിട്ട് പോവുക. ആ വാശി മനസ്സിൽ വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങി. ഹൈ സ്പീഡിൽ 120, 140 വണ്ടിയിട്ട് അവൻ ഓടിച്ചു. അങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ ക്ഷണിച്ചു വരുത്തുന്ന അപകടങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഒരു രസത്തിന് നമ്മളിതെല്ലാം ചെയ്യും. അതുകൊണ്ട് റോഡിലിറങ്ങിയിട്ടുള്ള ആ മത്സരങ്ങൾ ദയവ് ചെയ്ത് അരുത്. മറ്റൊരിക്കൽ ഞങ്ങൾ കണ്ട കാഴ്ച, ഞങ്ങൾ ഓടിക്കുന്ന വണ്ടിയുടെ മുമ്പിൽ മറ്റൊരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ വണ്ടി ഇടറിപ്പോകുന്നത് കാണാം. ശ്രദ്ധിച്ചപ്പോൾ അതിലിരിക്കുന്നത് ഒരു കപ്പിളാണോ ലവേഴ്സാണോ അറിഞ്ഞുകൊണ്ട് 2 പേരും നല്ല ഫൈറ്റിംഗ് ആണ്. ഞങ്ങളത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ മനഃപൂർവ്വമായി പേയ്മെൻറ്റിലേക്ക് കയറി തൊട്ടു മുമ്പിൽ മതിലാണ്, ആ മതിലേക്ക് ചെന്ന് ഇടിക്കുവാൻ നോക്കിയാണ്. ആ പെൺകുട്ടി മുഖം പൊത്തി ഇരിക്കുന്നതാണ് ഞങ്ങൾ കണ്ട കാഴ്ച. ദയവ് ചെയ്ത് ഇമോഷണലായിട്ട് ഇരിക്കുമ്പോൾ വണ്ടിയും കൊണ്ട് റോഡിലിറങ്ങരുതേ. ഇതൊന്നും അറിയാതെ പുറകെ വരുന്ന ആൾക്കാർക്കുണ്ടാകുന്ന അപകടങ്ങളെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മറ്റൊരു കൂട്ടരാണ് മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കുന്നവർ. ഇങ്ങനെയുള്ളവർ ആക്സിഡൻ്റായി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരു ദയയും തോന്നാറില്ല. കാരണം സ്വയം ചെയ്തു വെച്ചതാണല്ലോ. ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങൾ ഏറ്റെടുത്തിട്ടില്ല, വീതി കുറവുണ്ട്, അതുപോലെ വളവുകൾ നേരെയാക്കിയിട്ടില്ല, ഡിവൈഡറുകൾ, ഒരുപാട് അപകടങ്ങളുണ്ട്. ഡ്രൈവർ തന്നെ നമ്മളോട് പറയുന്നത് പുള്ളി വരുന്ന വഴിക്ക് തന്നെ വളരെ വേഗതയിൽ വന്ന് ഫ്രണ്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതിന് മുമ്പ് തന്നെ ഇടിച്ചു കയറി
അപകടം നടന്നു കഴിഞ്ഞു. ആ വളവ് തിരിഞ്ഞ് രണ്ട് സൈഡിലും വളവാണ്. ആ വളവ് തിരിഞ്ഞ് വണ്ടി വരുമ്പോഴത്തേക്ക് അമിത വേഗതയിൽ വന്ന് ഇത് ഇടിച്ച് കയറി കഴിഞ്ഞിരുന്നു. സ്ഥിരം ആക്സിഡന്റ് മേഖലയാണ് ഈ മുറിഞ്ഞകലി തൊട്ടുള്ള പ്രദേശങ്ങൾ, സ്ഥിരം ആക്സിഡന്റ് മേഖലയാണ്. അതുകൊണ്ട് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് വളരെ ക്ഷമയോടെ, വളരെ ശ്രദ്ധയോടെ, സുബോധത്തോടെ, ആരോഗ്യത്തോടെ, അതിനെല്ലാം പുറമെ വളരെ പ്രാർത്ഥനയോടെ ചെയ്തെടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതെ, ദൈവം നമ്മെ സംരക്ഷിച്ചില്ല എങ്കിൽ ബാക്കിയെല്ലാം വ്യർത്ഥം.